ആ തംബ്ലൈൻ കണ്ടിട്ട് കമന്റ് അടിക്കാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം പറ. എല്ലാവർക്കും SVR കോയത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 3-4 വർഷം മുമ്പ് നമ്മളൊരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുവൈത്തിൽ കാർഗോ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസമായിട്ട് അവരുടെയൊക്കെ നമ്മൾ നോട്ടീസ് കാണുന്നുണ്ട്. 500 ഫിൽസിന് എയർ കാർഗോ, 600 ഫിൽസിന് എയർ കാർഗോ, ഇങ്ങനെയുള്ള നോട്ടീസുകൾ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ 3-4 വർഷം മുമ്പും 500 വിൽസിന് 600 വിൽസിന് എയർ കാർഗോ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടീസ് അടിച്ചിട്ട് ചിലതിന് ഓഫീസ് ഉണ്ടാകും, ചിലതിന് ഓഫീസ് ഇല്ല, വെറും സോഷ്യൽ മീഡിയ മാത്രം. എന്നിട്ട് ഇവർ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതൊന്നും നാട്ടിലെത്തിച്ചു കൊടുക്കൂല. ഈ സാധനങ്ങൾക്ക് ഏതെങ്കിലും ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അതിൻ്റെ പൈസ വിട്ടടിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. ഏകദേശം 10-15ഓളം പേരിൽ കാർഗോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഒരു സ്ഥലത്ത് ഒരു ഓഫീസ് ഇടും. ചില ആൾക്കാർക്ക് ഓഫീസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഓഫീസ് ഉണ്ടാവില്ല. ഒരു പേരിൽ ഓഫീസ് ഇടും. ഒരു 3-4 മാസം അവിടെ പ്രവർത്തിക്കും. എന്നിട്ട് മാക്സിമം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും. അതിനുശേഷം പിന്നെ ആ ഓഫീസ് പൂട്ടും. വീണ്ടും പല സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് വേറൊരു പേരിൽ ഇവർ ഓഫീസ് തുടങ്ങും. അന്ന് നമ്മൾ കണ്ടെത്തിയ ഗോഡൗണുകളായി കണ്ടിരുന്നു. കാരണം ഈ കാട്ടുകള്ളന്മാരായ കാർഗോക്കാരുടെ തട്ടിപ്പ്, അതുപോലെ തന്നെ ഗോഡൗൺ കണ്ടെത്തിയത് ബ്ലോക്ക് 4. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതൊരു ചെറിയ ഗോഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വലിയൊരു ഗോഡൗൺ ആണ്. അപ്പൊ ഇതിന്റെ പിന്നില് ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മുടെ CM ഷർഫുക, അതുപോലെ തന്നെ മറ്റുള്ള 2-3 പേരുണ്ട്. അവരൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരിപ്പോ ഇതും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലും ഒരുപാട് കമ്പനികളുണ്ട്. നമ്മൾ പേരറിയാം. ചില ടീംസ് സ്റ്റാർട്ടിങ്ങില് കറക്റ്റായിട്ട് നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അതിന്റെ ശേഷം ആൾക്കാരുടെ വിശ്വസ്തത പിടിച്ചു പറ്റിയതിന് ശേഷം മൊത്തത്തിലുള്ള തട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ചില ടീംസ് ചെയ്യുന്നുള്ളത്. ചില ടീംസ് ഒന്നും കൊടുക്കൂല. പിന്നെ ചില ആൾക്കാർ എയർ കാർഗോ എന്ന പേരിൽ എടുത്തിട്ട് സീ കാർഗോ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പ് പരിപാടികളൊക്കെ കുവൈത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഇതേ ടീംസ്, അതിൽ പുതിയ ആൾക്കാരും കയറി വന്നിട്ടുണ്ട്, പഴയ ആൾക്കാരുണ്ട്. ഇതിൽ ഇപ്പൊ വീണ്ടും ഇവര് തല പൊക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ ഇതിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവര് നടത്തിയിട്ടുണ്ടോ കാർഗോ കമ്പനി അറിയുകയുള്ളൂ. ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയും വേറെയും ഗോഡൗൺ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ കറക്റ്റുള്ള ലൊക്കേഷനോ കാര്യങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും ഇവരുടെ ഒരു അധ്വാനം, ഇവർ ഇതിന്റെ പിന്നിൽ ഇറങ്ങി. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കുവൈത്തിൽ നിന്ന് ഇപ്പോൾ എയർ കാർഗോ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിന് എത്ര ചെലവ് വരും, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പഴയ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പോൾ. അപ്പം നിങ്ങൾ കാർഗോ ഒക്കെ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇത് കൂടുതൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മന്ദക്കിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇതുപോലെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഇടും. 500 വിൽസിന് എയർ കാർഗോ, 600 വിൽസിന് എയർ കാർഗോ. ഇതൊക്കെ കാണുമ്പോൾ ഇവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ വിളിക്കും. 500 വിൽസിന് നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ, കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇവര് നടത്തുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാർഗോ അയച്ചിട്ട് ഇപ്പൊ ഇത് കിട്ടാത്ത ആൾക്കാരും ഏതാണ് കമ്പനി കാര്യങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം. അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അന്ന് നമ്മള് മംഗഫ്, ഫാഹേല്, മാബൂല ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഗോഡൗൺ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വർഷങ്ങളായിട്ട് ഇവർ കാർഗോ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നാട്ടിൽ കൊടുക്കാത്ത സാധനങ്ങൾ. കുറേ ആൾക്കാർക്ക് അത് നമുക്ക് സാധനങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് പിന്നെ അത് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവർ ഇതേപോലെ തന്നെയാണ് 500 വിൽസിന് എയർ കാർഗോ, 600 വിൽസിന് എയർ കാർഗോ പരസ്യമൊക്കെ ചെയ്തിട്ട് ആൾക്കാരോട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തത്. അപ്പോൾ ഇവര് ഇതിന്റെ മുകളിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമ്മളന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ ലൈസൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ടീംസിന്റെ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ എങ്ങനെ കൊടുക്കും? അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇവരെ പേരിലൊന്നും അല്ല സിം കാർഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളത്. വേറെ ആരൊക്കെയോ പേര്, ഇവിടുന്ന് പോയ ആൾക്കാരുടെ പേരിലൊക്കെയുള്ള സിം കാർഡൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ കളക്ട് ചെയ്യും, പിന്നെ അത് പൂട്ടും. ഇങ്ങനെയാണ്. ചിലതിന് ഓഫീസും ഉണ്ടാവില്ല, ചിലതിന് വെറും ഓൺലൈൻ ആയിരിക്കും. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നാട്ടിലേക്ക് കാർഗോ ഒക്കെ അയക്കുമ്പോൾ ആ ഒരു കമ്പനി പെർഫെക്റ്റ് ആണോ, അവരുടെ മുൻകാല ചരിത്രം എങ്ങനെയാണ്, അവർ കറക്റ്റ് നാട്ടിലേക്ക് സാധനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അവർ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ അയച്ച ആൾക്കാരോട് നോക്കുക. അതുപോലെ തന്നെ ഇവർ ഈ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിന് താഴെ അവർക്ക് എതിരായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നോക്കിയും കണ്ടും നാട്ടിലേക്ക് സാധനങ്ങളൊക്കെ അയക്കുക. ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ കുറെ തെറി, അതുപോലെ തന്നെ കുറെ വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡാക്കുന്നില്ല. ഇതിൽ കേൾക്കും, ഇതിൽ വിടും. സത്യം ഏതാണോ അത് ജനങ്ങളോട് അന്നും ഇന്നും വിളിച്ചു പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 വർഷം മുമ്പിലത്തെ കാര്യങ്ങൾ. അപ്പൊ അന്ന് നമ്മളൊരു 3-4 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാർഗോ ഗോഡൗൺ കണ്ടെത്തിയതും അതിന്റെ ആൾക്കാർക്ക് കൊടുത്തതും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് SVR കോയത്ത് കാർഗോ എന്ന് അടിച്ചു കഴിഞ്ഞെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ വരും.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവർ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.